തലമുറകളെ പണിതെടുക്കുക, ബിൽഡപ്പ് ദ ജനറേഷൻ. നമ്മുടെ തലമുറകളെ പണിയുന്നതിനെക്കുറിച്ചുള്ള പാർട്ട് 2 ആണ് ഇത്. കഴിഞ്ഞ ദിവസം പാർട്ട് 1 തലമുറകളെ പണിതെടുക്കേണ്ടതിനെക്കുറിച്ച് പറയുന്ന ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നന്മ ചെയ്യാനാണ്. ദൈവം നല്ലവനാണ്. ആ ഒരു സത്യം നമ്മൾ മറക്കല്ലേ. പലപ്പോഴും ഞാൻ ഈ പലരോടും സംസാരിക്കുമ്പോൾ അയ്യോ ദൈവം അത് ചെയ്തു, ദൈവം അത് ചെയ്തു, ദൈവം അടിക്കും, ദൈവം ഉപദ്രവിക്കുന്ന ദൈവം അല്ലെന്നേ. ചുമ്മാതെ നമ്മൾ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അത് സ്നേഹിക്കുന്ന ഒരു പിതാവായിട്ട് നമ്മൾ ദൈവത്തെ പറഞ്ഞു കൊടുക്കണം. പലപ്പോഴും നമുക്കത് ഒക്കുന്നില്ല. സ്നേഹിക്കുന്ന ഒരു കരുതുന്ന ഒരു സഹോദരനായിട്ട് യേശുവിനെ കാണിച്ചു കൊടുക്കണം. അതും ഒക്കുന്നില്ല. നമ്മളിലുള്ള പാളിച്ചുകൊണ്ടാണ് അടുത്ത തലമുറയിൽ പ്രയാസം വരുന്നത്. അതുകൊണ്ട് ആദ്യം ഞാൻ മാറണം, നമ്മളിൽ മാറ്റം വരണം. അത് ദിനം പ്രതി വചനം കേൾക്കുന്നുണ്ട്, ക്രമേണ നമ്മളിൽ മാറ്റം വരുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ആ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഇത് തുടങ്ങിയത്? നമ്മൾ ദൈവത്തോട് സ്നേഹമായിട്ട് കഴിയേണ്ട മക്കൾ തുടങ്ങിയത് ഉൽപ്പത്തിയിൽ 3-ാം അധ്യായത്തിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പം ദൈവം പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പസന്തതിയെ മെതിക്കും. 3-ാം അധ്യായം അത് വായിക്കാം. ശാപം നമ്മൾ തന്നെയാണ് ശാപം വരുത്തി വെച്ചത്. പിന്നെ ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. കണ്ടോ? അന്ന് പറഞ്ഞാണ്. ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ വേദപുസ്തകം തുടങ്ങിയ സമയത്തുള്ള എഴുതിയിരിക്കുകയാണ്, ശത്രു സ്ത്രീയുടെ സന്തതി സർപ്പസന്തതിയെ തല തകർക്കും, എന്നാൽ അവൻ നമ്മുടെ മക്കളുടെ കുതികാൽ തകർക്കും. അപ്പോൾ എന്താണെങ്കിലും തല തകർക്കാൻ അവകാശം തന്നത് ഉൽപ്പത്തിയിലാണ്. ഈ തല തകർത്തത് ക്രൂശിലാണ്. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ. പഴയ നിയമത്തിൽ ദൈവത്തോട് മറുതലിച്ചപ്പം മരുഭൂമിയിൽ വെച്ച് സർപ്പത്തെ ഉയർത്തി നമ്മൾ പറയുന്നു. അന്ന് ദൈവത്തിൻ്റെ മക്കളല്ല സർപ്പത്തിനെ ഉയർത്തുന്നു. ഇന്നും സർപ്പത്തിൻ്റെ മക്കളായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ദൈവം അന്നൊരു ചിഹ്നമായിട്ട് കൊടുത്തു. അതുപോലെ ക്രിസ്തുവിനെ ഉയർത്തേണ്ടിയിരിക്കുന്നു. ദൈവപുത്രനെ ആകാശത്തിനും ഭൂമിക്കും മധ്യ ഉയർത്തി നിർത്തിയിരിക്കുന്ന രക്ഷകനായിട്ട് നിൽക്കുന്നവനെ നമ്മൾ കാണുന്നില്ല എങ്കിൽ there is no mediation between Father God and us. സൃഷ്ടിച്ച ദൈവവുമായിട്ടുള്ള ഏക ബന്ധം ക്രൂശ് നാട്ടിയ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം. അവിടെ മാത്രമാണ് രക്ഷ. ഇപ്പോൾ കാര്യസാധനത്തിന് വേണ്ടി നമ്മളിപ്പോൾ കാര്യം കാണാൻ വേണ്ടിയാണെങ്കിൽ പലരുടെ നിന്ന് കിട്ടും. നമ്മൾ കൊട്ടാരക്കരയായിരുന്നപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു കൃഷി ചെയ്യുന്ന. അയാളുടെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും. അവർക്ക് വരുമ്പോഴേ എനിക്കറിയാം എന്തെങ്കിലും വാങ്ങിക്കാൻ വരുന്ന എൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ അവരെപ്പോൾ വരുമ്പോഴും ഞാൻ പറയുന്നു ഒന്നും ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയും. പക്ഷേ അവർ വന്നിരുന്നിട്ട് കുറേ നേരം എൻ്റെ അയ്യോ നിങ്ങളിവിടെ വന്നുകൊണ്ട് എനിക്കെന്ത് കാര്യമായിപ്പോയി, എൻ്റെ ഭർത്താവിന് നല്ല ജോലിയെ 2 സ്വർണത്തിൻ്റെ മോതിരം വാങ്ങിച്ചെടുത്തു, ഞങ്ങൾക്ക് സ്വർണം വരെ ഉണ്ടായി, വീട് പണി ശരിയാവും, ഇങ്ങനെയൊക്കെ ഓരോന്ന് കടം വീടി എന്നൊക്കെ പറഞ്ഞു. അയ്യോ അന്ന് തന്ന സാരി എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം കേട്ട് കഴിയുമ്പോൾ ഞാൻ തന്നെ സാരി എടുത്ത് കൊടുക്കും. എന്താ, നമ്മൾ കൊടുക്കത്തില്ലെന്ന് വിചാരിച്ചാലും ഒരാൾ കുറേ നേരം പറഞ്ഞു കേട്ടാൽ നമ്മൾ അറിയാതെ മാറിപ്പോകും. അങ്ങനെ നമുക്ക് നാവിന് ശക്തി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ നന്മ പറയാൻ പഠിക്കുന്നില്ല? ദൈവം തിന്മ ചെയ്യുന്ന ദൈവം അല്ല. ദൈവത്തിൽ തിന്മയില്ല. അവൻ നല്ലവനാണ്. അവൻ എൻ്റെ അപ്പനാണ്. യേശുക്രിസ്തു എൻ്റെ മൂത്ത സഹോദരനാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കടന്നു ചെന്നിട്ട് ദൈവം ഇന്ന് വരെ ചെയ്തിട്ടുള്ള നന്മകൾ വിളിച്ചു പറയാമെങ്കിൽ, അതിനുള്ള ധൈര്യം ഉണ്ടായെങ്കിൽ നമ്മൾ ജയമെടുത്തു. അതാണ് ദൈവത്തിന് സ്ത്രീയുടെ സന്തതി സർപ്പസന്തതിയുടെ തല തകർക്കും. സർപ്പത്തിൻ്റെ തല തകർത്ത യേശുവിൻ്റെ മക്കളായിട്ട്, യേശുവിൻ്റെ സഹോദരന്മാർ നമ്മൾ ജീവിച്ചിട്ട് പറുദീസ നഷ്ടപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂമിയിൽ തന്നെ ദൈവത്തിൻ്റെ ഒരു ചെറിയ പറുദീസ ഉണ്ടാക്കാൻ നമ്മുടെ ഭവനത്തിൽ സാധിക്കത്തില്ലേ? ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പോയി പ്രാർത്ഥനയ്ക്ക്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ എപ്പോഴും കാണുന്നൊരു വ്യക്തി എന്നോട് കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വന്നില്ല, തീർത്ത് ഇപ്രാവശ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ത് വെയിലാണേലും ഞാൻ വരും. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ ആവശ്യത്തിനുള്ള നല്ല വീട്, വലിയ വീടൊന്നുമല്ല, പക്ഷെ നല്ല ചെറിയ വീടാണ്. ആ വീടിന് മുമ്പിലെല്ലാം അവർക്കിഷ്ടമുള്ള ചെടികളെല്ലാം മനോഹരമായിട്ട് നട്ടു വളർത്തിയിട്ടുണ്ട്. എനിക്കെന്തായ സന്തോഷം. ഉള്ളതിൽ അവർ സന്തോഷിക്കുകയാണ്. പോരെ? അത് പോരെ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കാനൊക്കെ
അതൊക്കെയാണ് ഈ സങ്കീർത്തനം 147:13 പറയുന്നുണ്ട്, ഓടാമ്പുകളെ ഉറപ്പിച്ച് നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. അതൊന്ന് വായിക്കാം. 147 ഈ സങ്കീർത്തനം. ഇതെല്ലാത്തിനകത്തും മുത്തുകൾ കിടക്കാണ്. മുത്ത് ചിലത് ഡയമണ്ട്സാണ്. ഇതെടുത്ത് വായിക്കാതെ എങ്ങനെയാണ്? ചില വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ തന്നെ ആയിരിക്കും ഇങ്ങനെ ഉണ്ടോയെന്ന്. അത്രമാത്രം സ്വത്താണ്. 147:13 ഇങ്ങനെയാണ്, അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഓടാമ്പുകൾ എന്ന് പറഞ്ഞ എന്തുവാ? സാക്ഷ്യല്ലേ. അവൻ നിന്റെ വാതിലുകളുടെ സാക്ഷ്യ ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് നിന്റെ മക്കളെ നിന്റെ അകത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. അതിൽ കൂടുതൽ എന്ത് വേണം? ഇത് ദൈവവചനമാണ്. ദൈവം അനുഗ്രഹിച്ചിട്ട് എന്തുകൊണ്ട് പ്രാപിക്കുന്നില്ല? എടുത്തു കൊടുക്കാൻ അറിയത്തില്ല, പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാ, അവരുടെ കണ്ണ് തുറന്നിട്ടില്ല. കണ്ണ് അന്ധമായിട്ടിരിക്കുന്നു, ചെവി ബധിരമായിട്ടിരിക്കുന്നു, നാവ് കൊണ്ട് പറയാൻ വയ്യ, ചെവി കൊണ്ട് കേൾക്കുന്നില്ല, കണ്ണുകൊണ്ട് കാണുന്നില്ല. അയ്യോ എൻ്റെ ജനം ഇങ്ങനെയാണല്ലോ എന്ന് ദൈവം സങ്കടപ്പെട്ട് പറയുന്നത് ചുമ്മാതാണ്. മുൻ തലമുറകൾ കാണിച്ചു കൊടുക്കാത്തതിൻ്റെ പ്രയാസമാണ് അടുത്ത തലമുറ അനുഭവിക്കുന്നത്. നമ്മൾ കാണിച്ചു കൊടുക്കാതിരുന്നാൽ അടുത്ത തലമുറ, നമ്മുടെ അടുത്ത തലമുറ 0 വട്ടമായി മാറും. പിന്നെ അധോഗതിയിലായിട്ട്, പിന്നെ മനുഷ്യൻ മൃഗങ്ങളെക്കാട്ടി മോശം. ഭൂമിയിൽ ജീവിക്കുമ്പം അല്പകാലമെങ്കിലും ദൈവത്തിന് വേണ്ടി ജീവിച്ചില്ല എങ്കിൽ വെറുതെ വേസ്റ്റ് ചെയ്യാനല്ലേ ഭൂമിയിലോട്ട് വന്നത്. നമുക്കറിയാമോ, ഭൂമിയിലേക്ക് നമ്മളെ ദൈവം പറഞ്ഞു വിടുമ്പം അവിടെ വലിയ ഫെസ്റ്റിവൽ നടത്തി ഫെയർവെല്ലും സെൻഡ് ഓഫും കൊടുത്ത് പോയിട്ട് തിരിച്ചു വരണമെന്നും പറഞ്ഞാണ് വിടുന്നത്. ഹാവ് യു എവർ തോട്ട് ലൈക്ക് ദാറ്റ്? സെൻഡ് ഓഫ് കൊടുത്ത് വിടാറില്ലേ? പോയ വഴിക്ക് പൊക്കോട്ടെ. അങ്ങനെയല്ല. സ്വർഗത്തിൽ നമ്മൾ വളരെ നമ്മൾക്ക് ആത്മാവിന് ജീവനുള്ളവരാണ്. നമുക്ക് ദൈവം തമ്പുരാൻ സെൻഡ് ഓഫ് തന്ന് നല്ല നക്ഷത്രത്തെ പോലെ ജീവിച്ചിട്ട് തിരിച്ചെല്ലാം പടഞ്ഞിരുന്നു. നമ്മൾ പലരും തിരിച്ചു ചെല്ലുന്നില്ലെന്നേ. സങ്കടമാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഈ അബ്രഹാമിനെ വിളിച്ചെന്നൊക്കെ പറയുമ്പോൾ അബ്രഹാമിനെ പോലെ എത്ര പേരെ വിളിച്ച് കാണും? ഉൽപ്പത്തി 12 അബ്രഹാമിനെ വിളിച്ച് മാറ്റി വെച്ച് അനുഗ്രഹിക്കുന്നത്. അതൊക്കെ ഈ സത്യം പറഞ്ഞ വേദോസ്തം പഠിക്കണമെങ്കിൽ ഉൽപ്പത്തി ആദ്യം പഠിക്കേണ്ടത്. ഓരോ വേർഡ് ലെറ്റർ എടുത്ത് പഠിക്കണം. ഉൽപ്പത്തി 12 അബ്രഹാമിനെ വിളിച്ച് അങ്ങോട്ട് അനുഗ്രഹിക്കുകയാണ്. ആ ഭാഗം വായിക്കാം. അബ്രഹാമിനോട് ദൈവം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അത്ര മതി. 7 അനുഗ്രഹങ്ങളാണ്. 6ാമത്തേത് ശാപമാണ്. 6 അനുഗ്രഹം. നീ ഒരു അനുഗ്രഹമാണ്, നിന്നെ വലിയ ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ മക്കളെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ. എന്നാൽ 6ാമത്തെ, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അതെന്തിനാ അങ്ങനെ എഴുതി വെച്ചത്? ശപിക്കാൻ പറഞ്ഞ ദൈവം എന്താന്ന് ചോദിച്ചാൽ, ഈ 6 അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ നമുക്ക് കിട്ടുമ്പോൾ മനുഷ്യന് പിടിക്കൂല. അപ്പോൾ ജലസി ഉണ്ടാകും. അപ്പോൾ ആ മനുഷ്യന് ഉപദ്രവിക്കാൻ തുടങ്ങും. ആ ഉപദ്രവം വരാതിരിക്കാൻ വേണ്ടിയാണ് 6ാമത്തേത്. നിന്നെ ആരെങ്കിലും ശപിച്ചാൽ ഞാൻ അവരെ ശപിക്കും. ആര്? ദൈവം. നമ്മുടെ മേൽ ഒരു ശാപവും പറ്റത്തില്ല, കാരണം കൂടാതെ ഒരു ശാപം പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഉറച്ചു നിന്ന് അടുത്ത തലമുറയെ അനുഗ്രഹിക്കുക. ഉച്ചയ്ക്കും രാവിലെയും രാത്രിയും പകലും. അല്ല, നമുക്ക് അനുഗ്രഹിക്കാൻ ശബ്ദമില്ലെങ്കിൽ ബാക്കിയുള്ളവരെ വിളിച്ചെങ്കിലും പ്രാർത്ഥന നടത്തുക. അനുഗ്രഹിക്കുക. ദയവ് ചെയ്ത് പ്രാർത്ഥന അനുഗ്രഹമുള്ളതാക്കി മാറ്റുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യെശയ്യാ 45:2 കൂടെ എടുക്കുകയാണ്. നമ്മളോട് ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു വെച്ച് ദൈവം, ഞാനീ പറയുന്ന വചനം എല്ലാം അനേക കുടുംബങ്ങളിൽ ചെന്ന് കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ചിലർ വിളിച്ച് പറയാറുണ്ട്, ചിലർ മിണ്ടാറില്ല. എനിക്കറിയാം, നിങ്ങൾ പറയുന്നില്ലേലും നിങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ എനിക്ക് എടുക്കാൻ നേരമില്ല, എല്ലാവരും കൂടെ വിളിക്കാൻ. പക്ഷെ തീർത്ത് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇടാം, അനുഗ്രഹം ലഭിച്ചു എന്ന്. കാരണം എനിക്കല്ല, ദൈവത്തിന്. നമ്മുടെ ഈ വചനങ്ങളൊന്നും വെറുതെ പോകത്തില്ല. ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചെന്നു. എനിക്കറിയാം അനുഗ്രഹം കിട്ടും, ദൈവം എന്നോട് വെളിപ്പെടുന്നു. പക്ഷെ ആരും വന്ന് സാക്ഷ്യം പറയാറില്ല. എനിക്കല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. 45:2 ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമുകളെ കണ്ണിച്ച് കളയും ചെയ്യും. ആര്? എന്നെ തടസ്സാ നിൽക്കുന്ന ദൈവം മുമ്പേ പോയാൽ
അവൻ നമ്മുടെ മുമ്പേ പോയി ഇരുമ്പോടാമിലെ ഖണ്ഡിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് താമ്രവാതിൽ ഉടച്ചു തീർത്ത് തലമുറകൾ കയറിപ്പോട്ടെ, നമ്മൾ കയറിപ്പോട്ടെ, അടുത്ത പടിയിലോട്ട് കയറെ, അടുത്ത ഗോപേണിപ്പടിയിലോട്ട് കയറെ. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപവും ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു. എൻ്റെ പിതാക്കന്മാരുടെ ദൈവം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ ഒരു പള്ളിയിൽ അവരുടെ വല്യപ്പച്ചൻ്റെ 100ാമത്തെ ചരമവാർഷത്തിന് ചെന്നപ്പം അവിടെ അച്ഛൻ പറഞ്ഞിട്ട് അവിടെയുള്ള ആ വല്യപ്പച്ചൻ്റെ കൊച്ചു പറയാണ്, എന്തിനാണ് ഈ 100 വർഷം ഓർക്കുന്നത് എന്ന് ചോദിച്ചപ്പം, അതെ, അവർ തന്ന ഭൂമിയിലല്ലേ നമ്മൾ വസിക്കുന്നതെന്ന്. എന്നെ അത് വല്ലാതെ ടച്ച് ചെയ്തു. ശരിയല്ലേ? നമ്മുടെ പിതാക്കന്മാർ കഷ്ടപ്പെട്ട് ശത്രു സൈന്യത്തോട്, അതായത് വായുമണ്ഡലം ആന്തരിക ഗോളത്തിൽ ആത്മീയ ഗോളത്തിലൊക്കെയുള്ള ശത്രുവിനെ വെട്ടിമാറ്റി പടപുരുതി നമുക്ക് വേണ്ടി നേടിയെടുത്തതിൻ്റെ ഫലം നമ്മളിന്ന് അനുഭവിക്കുന്നു. നമ്മൾ ചെയ്യുന്നതിൻ്റെ നമ്മുടെ അടുത്ത തലമുറ അനുഭവിക്കും. എനിക്കറിയാം, കോഴിക്കോട്ടുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വളരെ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പൻ ഇവിടെ താമസിച്ച കാലത്ത് കോഴിക്കോട്ട് സ്ഥലത്തിന് തീരെ വിലയില്ലായിരുന്നു. ഒരു 5 സെൻറ്റ് സ്ഥലം, ഒരു 10 സെൻറ്റ് സ്ഥലമെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതികേട് വരത്തില്ലായിരുന്നു. ശരിയല്ലേ? കണ്ടത്തിൻ്റെ വക്കത്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നിപ്പം ചെന്നാൽ വാങ്ങിക്കാൻ ഒക്കുമോ? നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കുന്ന നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അനുഗ്രഹമാക്കി. നമ്മുടെ അപ്പന്മാർ യുദ്ധം ചെയ്ത് വാങ്ങിച്ചെടുത്ത ഭൂമിയും വാങ്ങിച്ചെടുത്ത അനുഗ്രഹവും നമ്മൾ അനുഭവിക്കുകയാണ്. തലമുറകൾക്ക് വേണ്ടി വാതിൽ വെട്ടി തുറക്കട്ടെ. മുൻ തലമുറ ചെയ്ത അനുഗ്രഹം അനുഭവിക്കുന്നവർ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയും അനുഗ്രഹം വരാൻ വഴി തട്ടി തുറന്നു കൊടുക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദാദാ, ഞങ്ങൾ നിൻ്റെ ഞങ്ങളുടെ തലമുറകളുടെ മുൻപിലുള്ള മുള്ളും പറക്കാരെയും വെട്ടിമാറ്റി അവരെ നേർവഴിക്ക് പോകുവാൻ ഈ അന്ധകാര ദുഷ്ടശക്തിയെ, സ്ത്രീയുടെ സന്തതി സർപ്പസന്തതിയെ മെതിക്കുമെന്നും അവരെ തല തകർക്കുമെന്നും പറഞ്ഞിട്ട് ക്രിസ്തു അത് ചെയ്തെടുത്തു ക്രൂശിൽ. അത് ചെയ്തെടുത്തത് വിശ്വസിച്ച ഞങ്ങളുടെ പിതാക്കന്മാർ നേടിയെടുത്തതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അടിയൻ്റെ അമ്മയൊക്കെ പ്രാർത്ഥിച്ച് നേടിയ വരത്തിലാണ്. ഏലിയാവിൻ്റെ പുതപ്പ് ഏലീശായുടെ മേൽ വീണതുപോലെ ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ അമ്മമാരുടെയൊക്കെ പ്രാർത്ഥനയുടെ പുതപ്പാണ് ഞങ്ങളുടെ മേൽ നിൽക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ പ്രാർത്ഥന കുറവ് കൊണ്ട് ഞങ്ങളുടെ അടുത്ത തലമുറ നശിച്ചു പോകാനിടയാകരുത്. അതുകൊണ്ട് ജാഗ്രതയോടെ പ്രാർത്ഥിപ്പാൻ, വചനമെടുത്ത് പ്രാർത്ഥിപ്പാൻ, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നിരന്തരം പ്രാർത്ഥിപ്പാൻ, ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് തലമുറകളെ നിറയ്ക്കാൻ, ശരിയായിട്ട് പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ആത്മാവിൻ്റെ പ്രാർത്ഥന അയച്ചാൽ അത് ചെന്നുകൊണ്ട് പ്രവർത്തിക്കാതെ തിരിച്ചു വരികയില്ല. ഞങ്ങളുടെ തലമുറകളെ ഇന്നിറ്റേണിറ്റി വരാൻ പോകുന്ന ഭാവി തലമുറകളെ മുഴുവനും ഞങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങളുടെ കൈ ഉയർത്തി ഞങ്ങളെ അവരെ അനുഗ്രഹിക്കുന്ന പച്ച. യഹോവ ഭക്തനായ പുരുഷൻ ഭാഗ്യവാൻ. അവൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, അവൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് വൃക്ഷങ്ങൾ പോലെ. സിയോനിൽ നിന്ന് അവിടുന്ന് കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചത്. നിന്റെ മക്കളുടെ മക്കളെ നീ കാണുമെന്ന് പറയുന്ന വാഗ്ദത്തം നിറവേറ്റിയിരിക്കുന്നതിന് സ്തോത്രം. അതെങ്ങനെ സംഭവിക്കട്ടെ. അത് വിശുദ്ധ രക്തത്താൽ സീൽ ചെയ്ത് കൊടുക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനകളുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.